കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് നോൺ വെജ് കഴിക്കാത്തവർക്ക് കഴിക്കാൻ പറ്റിയൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കുക. നമ്മൾ താളാണ് മുറ്റത്തൊക്കെ നിൽക്കുന്ന ചെറിയ താള്. താളിൻ്റെ ഇലയൊക്കെ നമ്മൾ കളഞ്ഞ് അതിൻ്റെ മുകളിലുള്ള ഒരു തൊണ്ട് പോലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് വലിച്ചും കളഞ്ഞിട്ടാണ് നമ്മളിത് ഇന്നത്തെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് നമ്മൾ വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഒരുപാട് വാടിപ്പോകുന്നതിന് നമുക്ക് ഇഞ്ചി ചേർക്കാം. നമുക്ക് ഉള്ളി ചേർത്ത് നല്ലപോലെ വാടി കിട്ടണം. ഇത്ര വാടി വരുമ്പോഴത്തേക്ക് നമുക്കിത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇത് നല്ല കുടംപുളിയാണ് കേട്ടോ. നമ്മുടെ ഈ താള് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലർക്കൊക്കെ ചൊറിച്ചിലൊരു അസ്വസ്ഥത ഉണ്ടാവും. അതൊക്കെ മാറാനായിട്ട് ഈ പുളി ചേർക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ പുളിയുടെ രസമൊക്കെ ഇറങ്ങുള്ളൂ. നമ്മുടെ കറിക്ക് ആവശ്യമായ താള് ഇലയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി വെള്ളം പോകാനായിട്ട് എടുത്ത് വെച്ചാട്ടോ ഇത്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ താള് ചേർത്ത് കൊടുക്കാം. കറി നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മൂടി വെച്ച് വേവിച്ച് കൊടുക്കും. കറിയിൽ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. താളൊക്കെ നല്ലപോലെ വെന്തു. ഇത് നമ്മുടെ കറിയിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരണ്ടി എടുത്തത് കേട്ടോ. ഇനി ഇത് അരച്ച് പേസ്റ്റാക്കി കളയണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അത് കറിയിലേക്ക് ചേർക്കാം. നമ്മുടെ കറിക്ക് വേണ്ട തേങ്ങ ഒതുക്കിയെടുത്താൽ കേട്ടോ. അത് കല്ലിലാണ് ഞാൻ ഒതുക്കിയെടുത്തത്, മിക്സിയിലിട്ട് അരച്ചില്ല. കറിവേപ്പില കൂടി ചേർക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളി ഇത്തിരി അധികമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുളി എടുത്ത് മാറ്റിക്കളയാം കേട്ടോ. കറി വറ്റി വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ചട്ടിയിൽ തന്നെ ഇരുന്നാൽ നമ്മുടെ കറി കുറച്ചുകൂടി ഡ്രൈ ആയി പോകും. ഈ ചാറിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ താള് കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. പുളിയൊക്കെ താളിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. വെള്ളം നല്ലപോലെ ഒന്ന് വറ്റണം.